നേരത്തെ ഒരു വീഡിയോ ഇട്ട് സോറി, അത് കുളമായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി എടുക്കാമെന്ന് കേട്ടോ. പിന്നെയും പോയി രണ്ടാമത് വന്നിരിക്കുകയാണെ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആരൊക്കെയോ അത് കേട്ടിട്ടുണ്ടായിരുന്നു. സോറി. അടിയിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് അതിന് മുമ്പേ കുറച്ച് കോൾസ് വന്ന് അതിനകത്തേക്ക് പോയി. പിന്നീട് വന്ന് എല്ലാവരും പറയുമ്പോഴാണ് ഞാൻ പോയി രണ്ടാമത് നോക്കുന്നത്. എപ്പോഴും ഞാൻ വീഡിയോ ചെക്ക് ചെയ്തിട്ടാണ് ഇടാറ് കേട്ടോ. സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതേ ഫ്ലോയിൽ തന്നെ വരുമോയെന്ന് അറിയില്ല. കാരണം ആ ഒരു ഫ്ലോയിൽ നമ്മൾ പറഞ്ഞു വേണ കാര്യങ്ങൾ പിന്നെ അത് രണ്ടാമത് റീകൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴല്ലേ ചിലപ്പം കുഴപ്പമായി പോകും. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ട്രൈ. ഞാൻ പറഞ്ഞ കാര്യം, ഫസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യം, ചെറിയ ചെറിയ ചിന്തകൾ. നമ്മളിപ്പോൾ 2025 വരുമ്പോൾ നമ്മുടെ ചിന്തകൾ ചിലതൊക്കെ നമ്മൾ റിഫൈൻഡ് ആക്കി കൊണ്ടുവരണമല്ലോ. അങ്ങനത്തെ ചില ചിന്തകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആദ്യം പറഞ്ഞ ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമുക്ക് ഈ റേഷൻ കാർഡൊക്കെ ഇല്ലേ, റേഷൻ കാർഡ് വന്ന് സ്ത്രീകളുടെ പേരിലല്ലേ അധികം ഇപ്പം തരുന്നത് ഗവൺമെൻറ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടുകളിൽ ഇപ്പോൾ സ്ത്രീകളാണ് ഗൃഹനാഥ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത് അത്ര. ഈ സബ്സിഡൈസ്ഡ് റേഷൻ കാർഡ്സിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണേ. കാരണം സ്ത്രീകൾക്ക് കൂടുതലും കുടുംബത്തോട് പ്രതിബദ്ധത കൂടുതലാണ്. അവർ കുട്ടികളെ പട്ടിണിക്കിടില്ല എന്നുള്ളതാണ് വാസ്തവം. അതേസമയം പുരുഷന്മാരാകട്ടെ അവരവരുടേതായ ചില വൈകൃതങ്ങളുണ്ട് അവരുടെ സ്വഭാവത്തിൽ. ചിലപ്പോൾ ചിലർ വേറെ ബന്ധങ്ങളിലേക്ക് പോവും, അല്ലെങ്കിൽ കുടുംബം നോക്കാത്തവരുണ്ടാവും. ആ റേഷനിൽ കിട്ടുന്ന ആ അരിയും സാധനങ്ങളും മറിച്ച് വിറ്റിട്ട് പോയി മദ്യപാനം എന്നുള്ള ശീലമുള്ളവരുണ്ടാകും അല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗവൺമെൻറ് ഇപ്പം ഗൃഹനാഥ ചെന്നാലാണ് തരുള്ളൂ എന്ന് പറയുന്നത്. അത് സ്ത്രീകൾ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കാര്യങ്ങൾ നടത്തും. ഇത് തന്നെ നമ്മൾ വേറെ ഒരു കാര്യം കൂടെ ആലോചിക്കണം. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർ വളരെ തുച്ഛമായ ശമ്പളത്തിന് വരുന്നവരാണ്. അപ്പം നമുക്ക് ആ തുച്ഛമായ ശമ്പളം കൊടുക്കാൻ കഴിവുള്ള നമ്മൾ ഇതേ റേഷൻ കാർഡിൽ ഇതേ അരിയും സാധനങ്ങളും വാങ്ങി നമ്മളത് ഭക്ഷിക്കേണ്ടതുണ്ടോ? ചോദ്യമാണ് കേട്ടോ. നമുക്ക് പുറത്തു നിന്നുള്ള റേറ്റിൽ വാങ്ങാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ, നമുക്ക് മറ്റു രീതിയിൽ പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നവരാണെങ്കിൽ, നമ്മൾ ഈ റേഷനിൽ കിട്ടുന്ന അരിയും സാധനങ്ങളും നമ്മളുടെ ഡൊമസ്റ്റിക് ഹെൽപ്പിന് വരുന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയാം കേട്ടോ. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ എനിക്കും ഒരു പ്രചോദനമാകാറുണ്ട്. ഇങ്ങനെയാണ് ചേച്ചി ഞങ്ങൾ ചെയ്യാറുണ്ട് എന്നാണെങ്കിൽ അതും പറയണേ. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു, അത് മദ്രാസിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം എല്ലാവരും പറയും നാട്ടിലെ അരിയൊക്കെ ഭയങ്കര നല്ലതാണ്, നമുക്കത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങിക്കുന്നത് എന്നൊക്കെ. നാട്ടിലെ അരി നല്ലതാകട്ടെ, അത് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ച് ഈ പറഞ്ഞ നമുക്ക് വേറെ രീതിയിൽ ഗവൺമെൻറ് പെൻഷൻ തരുന്നതല്ലേ. നമ്മൾ ജോലി ചെയ്തതിന് ശേഷം ഒരുപാട് പെൻഷൻ ടീച്ചേഴ്സും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്തോരം പെൻഷൻ ഉണ്ട് ഇപ്പോൾ. അവർക്കപ്പോൾ ഈ അരി വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടല്ലോ. അപ്പം നമ്മളുടെ ആ ഒരു നമുക്ക് അലോട്ട് ചെയ്യപ്പെടുന്ന ആ സംഭവം നമ്മൾ ആർക്കെങ്കിലും ഒന്ന് ഡൊണേറ്റ് ചെയ്യാം. അത് നല്ല ഒരു ചിന്തയല്ലേ. ഈ 2025 ചെയ്യുന്നവരുണ്ടാവും കേട്ടോ, ഒരുപാട് പേര് ചെയ്യുന്നുണ്ടാവും. കാരണം ഒന്നാമത് ഇതിൽ പോയി ക്യൂ നിന്നൊക്കെ വാങ്ങിക്കുകയും ചെയ്യാറില്ലാരും. ചിലർ ഈ പൈസ ആയിട്ട് വാങ്ങിക്കാറുണ്ട്. പൈസ 100 രൂപ 200 രൂപയൊക്കെ ഫെസ്റ്റീവ് ബോണസ് എന്നൊക്കെ പറഞ്ഞിട്ട് മദ്രാസിൽ ദീപാവലി സമയത്തൊക്കെ കൊടുക്കാറുണ്ട്. അതെല്ലാം വന്നിട്ട് മേടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ എന്താ ചെയ്യാന്നറിയോ, അവർ പോയി ഒത്തിരി ക്യൂ ആയിരിക്കും, ബി ലൈൻ പോലെ ക്യൂ ആയിരിക്കും. അപ്പോൾ ഒരു ആൻറ്റി, അവർക്ക് നല്ല പൈസ വരുമാനമുള്ളവരാട്ടോ, നല്ല ഫിക്സ്ഡ് ഡിപ്പോസിറ്റും ഒക്കെ ഉണ്ട്. ഒരു നിയർലി ഒരു 65 ഇയേഴ്സ് ഉള്ളൊരു ആൻറ്റി, ഒരു പാർട്ടി, തമിഴ് ലേഡിയാണ്. അവർ അവിടെ പോയി നിന്നത് വാങ്ങിക്കാൻ പോകുന്നു. 100 രൂപയാണ് ആ സമയത്ത് കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും. நம்மளுக்கு தானே அது கவர்மெண்ட் கொடுக்கறது தானே, நம்ம எதுக்கு அதை வேஸ்ட் பண்ணணும்? அது வேஸ்ட் பண்ணக்கூடாது இல்லையா? நான் அதுக்காக போகிறேன். ஆனால் நான் அது வாங்கிட்டு நான் அது யாருக்காவது டொனேட் பண்ணுவாங்க, ஏதாவது ஒருத்தங்களுக்கு அது நான் கொடுத்துருவேன். என்னோட டைம் ஃப்ரீ தான். எனக்கு வீட்டில் இருந்தால் நான் சும்மா டிவி பார்த்துட்டே இருப்பேன். அந்த டைமில் நம்ம க்யூவில் நிற்பேன். அதில் என்ன இருக்குது, என்னால் முடியுமே க்யூவில் போய் நிற்கிறதுக்கு. எனக்கு இப்போ வந்து ஹெல்த் உண்டு. ஹெல்த் இல்லாமல் நான் போய் நின்று 1000 ரூபாய்க்கு மருந்து வாங்க வேண்டியதாகி போச்சுன்னா அப்புறம் வந்து இது வேஸ்ட்டு. அது கிடையாது. இப்போ எனக்கு ஹெல்த் இருக்கிறதுனால நான் போய் வாங்கிட்டு வந்து கொடுக்குறதுல என்ன தப்பு இருக்குது? நியாயம்.
എന്നാലോചിച്ച് നോക്കൂ, അവർക്ക് ഇപ്പോൾ ഹെൽത്ത് ഉണ്ട്, അതുകൊണ്ട് 1 മണിക്കൂർ ക്യൂ നിന്നാലും 100 രൂപ വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? കാരണം അത് ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ടുള്ള വെൽഫെയറിന് വേണ്ടി തരുന്ന കാര്യമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ശരിക്കും ന്യായം തന്നെയാണല്ലേ അത്? കാരണം നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതിനകത്ത്, തലങ്ങളില്ലേ ഇതിനകത്ത്. ആ സമയം എന്ന് പറയുന്നത്, ഈ വേസ്റ്റ് ചെയ്യുന്ന സമയം അവർ പണമാക്കി മാറ്റി എന്നുള്ളതാണ്. കിട്ടിയ ഓപ്പർച്യൂണിറ്റി അവർ പണമാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലേ? അത് കറക്റ്റായിട്ടുള്ളൊരു ചിന്തയാണ്. നമുക്കും അങ്ങനെ ചിന്തിച്ച് നോക്കാം അല്ലേ? നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇങ്ങനെയുള്ള സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുക. ലോട്ടറി എടുക്കാറില്ല ഞാൻ. അപ്പം ഞാൻ ഈ ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറിക്കാരന് തന്നെ തിരിച്ചു കൊടുക്കും. ഇത് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അതാകുമ്പോൾ കിട്ടുകയാണെങ്കിൽ അവർക്ക് കിട്ടട്ടെ, അതിനകത്ത് നമ്പേഴ്സൊക്കെ അവർ നോക്കി അവർ തന്നെ എടുത്തോളുമല്ലോ. കാരണം ആ ലോട്ടറി വിൽക്കാൻ നിൽക്കുന്നവർ ഒന്നില്ലെങ്കിൽ കാലിനൊക്കെ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നാണ് ഞാൻ എടുക്കുന്നത്. അത് ആ എടുത്ത ലോട്ടറി ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2-3 കാര്യങ്ങൾ ഓർത്തതെല്ലാം ഈ വർഷം തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും പറയണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഈ റേഷൻ കാർഡിൽ തന്നെ സാധനം വാങ്ങിച്ചിട്ട് പട്ടിക്കെല്ലാം കൊടുക്കും എപ്പോഴും. അത് പട്ടികളുടെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് റേഷൻ അരി വാങ്ങിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പട്ടികളെ വളർത്താൻ പറ്റുന്നവർ പട്ടികൾക്ക് നല്ല അരി നമ്മൾ കുറഞ്ഞത് നമ്മൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ അരി മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതല്ലേ, മനുഷ്യർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് നോക്കിയാൽ എന്താ കുഴപ്പം? അതും നമ്മളൊന്ന് ചിന്തിച്ചാൽ എന്താ കുഴപ്പം? ഇതൊക്കെ എൻ്റെ ചിന്തകളാണ് കേട്ടോ. അതിന് പലർക്കും പല രീതിയിലുള്ള മറുപടികൾ ഉണ്ടാകും. പക്ഷേ ഈ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഈ ക്യൂവിൽ നിൽക്കുന്ന കണ്ടിട്ടില്ലേ ആൾക്കാർ? കുറേ ചിന്തകളാണ് കേട്ടോ, മാല പോലെ കുറച്ച് ചിന്തകൾ. ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ, നമ്മൾ ഒരു വലിയ ക്യൂ ആണ്. ക്യൂവിൽ ഇങ്ങനെ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പേ കാണാം നമ്മുടെ മുമ്പിൽ 25 പേരുണ്ട്, അവിടെ നിന്ന് ഒരുത്തൻ നേരെ വന്ന് സ്മാർട്ടായിട്ട് കാര്യം നടത്തിയിട്ട് പോകും. അതായത് ഈ ക്യൂവിൽ നിൽക്കൂല. അങ്ങനെയുള്ള സമയത്ത് എനിക്ക് ദേഷ്യം വരാറുണ്ട് കേട്ടോ, ഞാൻ ക്യൂവിലാണെങ്കിലും. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ആ പോയവൻ്റെ മനസ്സിൽ ഈ നിൽക്കുന്ന ആളുകളെ പറ്റി ഒരു ചിന്തയുണ്ടോ എന്ന് നോക്കിക്കേ. എത്രയോ സെൽഫിഷാണ് അയാളെന്ന് ഞാൻ ഇവിടെ ഒന്ന് ചിന്തിക്കാറുണ്ട്. 2 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കണം. ഒന്ന്, അയാൾ എന്തുകൊണ്ടായിരിക്കും ഈ നിൽക്കുന്ന ആളുകളുടെ സമയത്തിനൊരു വില കൊടുക്കാത്തത്? കാരണം അയാൾക്ക് എന്തെങ്കിലും അതുപോലെ ഒരു അർജൻസി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഒരു പക്ഷേ അർജൻസി ഉണ്ടെങ്കിലോ. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് അർജൻസി എന്തോ അവിടെ ഓടിപ്പോകുന്ന കണ്ട്. അപ്പം എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ആയാസ് യൂഷ്വൽ ഞാൻ എപ്പോഴും അരവിന്ദും മോളും പറയും, ഇപ്പോൾ ഇവിടെ ഒരു ഷണ്ടേ ഉണ്ടാവും എന്ന് പറയും. അതായത് ഞാൻ പോയി ചോദിച്ചു അവരുടെ അടുത്ത്. ഭാഗ്യത്തിന് ഞാൻ ഒരുപാട് റൂഡായിട്ടല്ല കേട്ടോ ചോദിച്ചത്. ഞാൻ ഇപ്പോഴും അങ്ങനത്തെ ഒരു ദുസ്വഭാവം എനിക്ക് പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും മാറ്റിയത്. അവരുടെ അടുത്ത് പോയി മയമായിട്ട് ഞാൻ ചോദിക്കണമായിരുന്നു. ഞാൻ ചോദിച്ചു, என்ன பண்ணுறீங்க நீங்கள், ഇത്ര പേര് ഉட்காந்துருக்காங்களே, நீங்கள் என்ன பார்க்கலையா? ഞാൻ 20ാമത്തെ ആളാണ്. അവിടെ തൊട്ട് പുറയിൽ നിന്ന ആൾക്ക് കുഴപ്പമുണ്ടായില്ല, അയാൾ വിട്ടു. അപ്പം ഞാൻ പോയി ചോദിക്കണം. അപ്പോൾ അവർ പറഞ്ഞു, അമ്മ ரொம்ப அர்ஜென்சி அம்மா, எனக்கு ஃபோன் வந்திருக்கு, இந்த இடத்துல போகணும், எனக்கு புக்கிங் வேணும், ഹോസ്പിറ്റൽ കേസ് தான், അതോ അവരുടെ ആരോ ഹസ്ബൻഡ് ആർക്കും എന്തോ ഒരു അസുഖമുള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് വല്ലാണ്ടായി. അയ്യോ, ഞാൻ എന്തിനാ കോൺഫ്രണ്ട് ചെയ്തതെന്നായിപ്പോയി എനിക്ക്. പക്ഷേ ഇതേപോലൊരു അനുഭവം എനിക്ക് പിന്നെ ഉണ്ടായി. അപ്പോൾ ആ ക്യൂവിലിരുന്ന ആൾക്കാരനെ ബൈപ്പാസ് ചെയ്ത് എനിക്ക് പോകേണ്ടി വന്നു. സോ ഇങ്ങനെയും ചില സമയങ്ങളുണ്ട് കേട്ടോ. സന്ദർഭങ്ങൾ നോക്കി വേണം നമ്മൾ പ്രതികരിക്കാൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അല്ലാത്ത പക്ഷത്തിൽ നല്ല ആരോഗ്യവാനായിട്ടുള്ള ചെറുപ്പക്കാർ ഈ ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് പോയി ടിക്കറ്റ് മേടിക്കാൻ കണ്ടിട്ടില്ലേ? വലിയ വലിയ സിനിമകളുടെ ആക്ടേഴ്സിൻ്റെ സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചവിട്ടി കയറിയൊക്കെ പോയി മേടിച്ച് കളയും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ലേ? അതെ, പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ എല്ലാവരും നമ്മൾ ട്രെയിനിന് വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ 4:30 എഴുന്നേറ്റ് പോയി നിന്ന് ഞാൻ ക്യൂ നിന്നിട്ടുണ്ട്. തത്കാൽ ടിക്കറ്റൊക്കെ കിട്ടാൻ നാട്ടിലേക്ക് വരാനും ഓണം സമയത്തൊക്കെ എപ്പോഴും ക്യൂ ആയിരിക്കും. അപ്പോൾ ആ ക്യൂ ഒക്കെ ബൈപ്പാസ് ചെയ്ത് വല്ലവരും പോകണോണ്ട് ഇതുപോലെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പോകുന്നവരൊന്ന് ചിന്തിക്കേണ്ടതാണ്. അതായത് ഇതുപോലെ അത്യാവശ്യ കാര്യങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ ഉള്ളവരാണെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കണം. അപ്പോൾ ഒരു കർമ്മ എനിക്ക് തിരിച്ചു വരികയും ചെയ്തു കേട്ടോ. എനിക്ക് ഇതുപോലെ ഒരു ആവശ്യം വന്നു. അത് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇതുപോലെ അരവിന്ദിന് വയറുവേദന വന്ന് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ കസിൻ വിളിച്ചു പറഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ ഓടി വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും ക്യൂ നിന്ന് എനിക്ക് എപ്പോൾ കിട്ടാനാണ് ടിക്കറ്റ്? അപ്പോൾ ഞാൻ ബൈപ്പാസ് ചെയ്ത് പോയി. ഞാൻ മുമ്പിൽ നിന്ന് ആൾക്കാരോട് ക്ഷമ പറയേണ്ടി വന്നു. അപ്പം ഞാൻ അന്ന് ആലോചിച്ചു, ഞാനിത് ഒരു പ്രാവശ്യം ചെയ്തതാണല്ലോ എന്നത്. കർമ്മ റിട്ടേൺസ് എന്നൊക്കെ പറയുന്ന പോലെ ആയല്ലേ. എപ്പോഴും വാട്ട് എവർ വി ഡു ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്
ഇൻ സം വേ ഓർ ദ അതർ. പക്ഷെ അവർ സമ്മതിച്ചു, എനിക്ക് ടിക്കറ്റ് കിട്ടി, പോയി. അത് വേറൊരു കഥ. അപ്പോൾ ബൈപ്പാസ് ചെയ്യുന്നത്, ക്യൂ ബൈപ്പാസ് ചെയ്യുന്നതും പിന്നെ ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നതും തമ്മിൽ വേറെ ഒരു മെറ്റഫർ ഞാൻ പറയാവേ. നമ്മൾ ക്യൂ നിന്ന് അറ്റത്ത് പോയിട്ട് സാൻഡ്വിച്ചൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും അത്രേ, ഈ താങ്ക്സ് ഗിവിങ്ങിനൊക്കെ US-ലൊക്കെ. അപ്പോൾ സാൻഡ്വിച്ച് കോർണർ എന്ന് പറഞ്ഞാൽ അവർ വെച്ചിട്ട്, അവർ മൂടി വെച്ച് അവിടെ വെച്ചിട്ട് അവരങ്ങ് പോകും. ആൾക്കാർ ക്യൂ ആയിട്ട് നിന്ന് വന്ന് എടുത്ത് കഴിച്ചിട്ട് പോകും അത്ര. ഹോംലെസ് ആൾക്കാരൊക്കെയാണ് അധികം അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരാൾ 3 ദിവസമായിട്ട് എന്തോ ഭക്ഷണം കഴിക്കാത്ത ഒരാൾ ക്യൂവിൽ നിൽക്കാൻ പറ്റുന്നില്ല അയാൾക്ക്. അപ്പോൾ ഒരാൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇങ്ങനെ തളർന്നിരിക്കണം. പക്ഷേ എന്താണ്, അല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, സാൻഡ്വിച്ചസ് ആർ ദെയർ. പക്ഷേ അയാൾ പറഞ്ഞു ഇത്രയും ക്യൂവിൽ നിന്നിട്ട് കം ലെറ്റ് us ബൈപ്പാസ് ദ ക്യൂ എന്ന് പറഞ്ഞ് ഇയാൾ പോയിട്ട് എടുത്തു. 2 എടുത്ത് ഈ മനുഷ്യന് കൊടുത്തതും അയാൾ മയങ്ങി, അത് ഇങ്ങനെ അങ്ങ് മയങ്ങി അവിടെ ഇരുന്നു അത്ര. എന്നിട്ട് പെട്ടെന്ന് ഇത് കഴിച്ചപ്പോഴാണ് അയാൾക്ക് വെള്ളവും കുടിച്ചപ്പോൾ അയാൾക്ക് ഓക്കെ ആയത്. സോ ആ ഒരു സമയത്ത് ആ ക്യൂ ബൈപ്പാസ് ചെയ്തതിൽ തെറ്റില്ല. പക്ഷേ ഔട്ട് ഓഫ് ദ ബോക്സ് മറ്റേ ആൾ ചിന്തിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേ പാസർ ബൈ ഹോംലെസ് മാൻ അവിടെ വീണു പോകുമായിരുന്നു അല്ലേ. സോ സർട്ടൻ ടൈംസ് യു ക്യാൻ ബൈപ്പാസ് ദ ക്യൂസ്. അതാണ് പറഞ്ഞു തരുന്നത്. എപ്പോഴും ബൈപ്പാസ് ചെയ്യരുത്, ക്യൂ ഒന്നും ബൈപ്പാസ് ചെയ്യുന്നത് ശരിയല്ല. അവരുടെയും ആ നിൽക്കുന്ന ബി ലൈനിൽ നിൽക്കുന്ന ആൾക്കാരുടെ ടൈമിന് വിലയില്ലേ, ദാറ്റ്സ് വെരി റോങ്. അങ്ങനെ വിചാരിക്കരുത്. ഔട്ട് ഓഫ് ദ ബോക്സ് ദർ ഷുഡ് ബി എ കോണ്ടെക്സ്റ്റ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ നല്ല പ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യർ തന്നെ ആയിരിക്കാം അവരും. സംതിങ് വിൽ ബി ദെയർ എന്ന് നമ്മൾ ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ പ്രതികരിക്കാൻ. ഇതാ പറഞ്ഞു തരാം. എനിക്ക് ആ പണ്ട് ഈ പ്രതികരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നേ. നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി മാറ്റിയാണ്ടോ ഞാൻ പറയണത്. അങ്ങനെ ഒരേ ഫ്ലോയിൽ പറഞ്ഞു പോകുമ്പോൾ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ തന്നെ വിട്ടുപോയി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അതിനകത്തുനിന്ന്. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിലേ പിന്നെ ഒരു പോയിന്റും കൂടെ ഏതോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചപ്പോൾ കടലാസ് വരെ ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ മാറ്റി വെച്ചു, പോയിന്റ്സും നോക്കിയില്ല. ഇന്നൊരു സംടൈംസ് ഐ ഗെറ്റ് വേവേർഡ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇടയ്ക്ക് ഞാൻ സംസാരിച്ച് വന്നതായിരുന്നു, അത് മുഴുവനും പോയി അല്ലേ. കഷ്ടമായിപ്പോയി. ഒരു 16 മിനിറ്റിൻ്റെ വീഡിയോ ആയിരുന്നു അത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ട് കാണുമല്ലോ അല്ലേ, കുറച്ച് പേര്, 64 പേര് കേട്ടിട്ടുണ്ടത്. ഈ ക്യൂ ബൈപ്പാസിങ്ങിൽ ഇതേ സിസ്റ്റം തന്നെ ഈ ഫ്രീ ബേസ് നമ്മൾ എടുത്തിട്ട് വെറുതെ കളയരുത്. പറയുന്നത് ഗ്രാൻഡ് സ്വീറ്റ്സ്, യെസ് ഐ റിമെമ്പർ ദാറ്റ് നൗ. ഗ്രാൻഡ് സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് മദ്രാസിൽ. അവിടെ വന്നിട്ട് ഉപയോഗിച്ച നെയ്യ് ഉപയോഗിക്കില്ല. പിന്നെ അവർ രാവിലെ മുതൽ ഉപയോഗിച്ചിട്ട് നെയ്യ് വൈകുന്നേരം ആകുമ്പോൾ അത് പാവപ്പെട്ട ആൾക്കാർ, അവർക്കറിയാം ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ടതെന്ന്, പാത്രങ്ങളുമായിട്ട് വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഒരു 4:30 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കിച്ചൺ ക്ലോസ് ചെയ്യാറാകുമ്പോൾ അവർ പൊങ്കൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെറിയ ഈ ഇലപ്പാത്രങ്ങളില്ലേ, ഇങ്ങനെ ഉണങ്ങിയ ഇല വെച്ചിട്ട് ഇങ്ങനെ മരത്തിൻ്റെ ഇല വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയ ഇല വെച്ചിട്ട് ഇങ്ങനെ തുന്നിയ പാത്രങ്ങൾ ചെറുത് ഇങ്ങനെ ഇതുണ്ടാകും, ചെറുത് കണ്ടുണ്ടാവില്ല അമ്പലങ്ങളിലൊക്കെ കൊടുക്കണേ. അതിൽ വന്നിട്ട് പുളിയോതിരെ അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്കൽ എന്ന് പറഞ്ഞാൽ പായസം, അങ്ങനത്തെ സാധനമൊക്കെ കുറച്ച് പൊട്ടലം എന്ന് പറയണേ, അതിനിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കും. എല്ലാവരും ഓടിച്ചെന്ന് എടുക്കും. ഞാനും അതിൻ്റെ ടേസ്റ്റിന് വേണ്ടി ഒരു പ്രാവശ്യമൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ ഓട്ടോക്കാരൊക്കെ അവർക്ക് വിശന്നിട്ടായിരിക്കുമല്ലോ അവർ ഓടിക്കുന്നത്. അവരെല്ലാം വന്നിട്ട് അതിന് വേണ്ടിയിട്ട് വരുമ്പോഴേക്കും ഇത് തീർന്നു പോയിട്ടുണ്ടാവും. ചില ആളുകളൊക്കെ വലിയ കാറിലൊക്കെ വന്നിട്ട് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി 5-6 എണ്ണം ഒന്നിച്ചങ്ങ് എടുത്തിട്ട് പോകും. കാരണം അവരുടെ ഭാര്യ അവിടെ വീട്ടിലിരിക്കണ്ടാവും. റിട്ടയർഡായിട്ടുള്ള നല്ല ജോലിയിലിരുന്ന ആളുകളായിരിക്കണം എന്ന് എനിക്ക് തോന്നും അവരെ കാണുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളത് ചെയ്യരുത്, ഇനി നമ്മളത് എടുക്കരുത്. കാരണം ഇതുപോലെ വരുന്നവർക്ക് ഒരുപാട് ഉപകാരമാവില്ലേ. ഈ ഫ്രീ ബേസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വെറുതെ നമ്മളെടുത്ത് നശിപ്പിക്കരുത്. ആ എടുത്തുകൊണ്ട് പോയ ആൾ, റിട്ടയർഡ് ആയിട്ടുള്ള ആൾ, സപ്പോസ് അദ്ദേഹം വന്നിട്ട് ഒരു വീട്ടിലേക്ക് വൈകുന്നേരം ഒരു 250-300 റുപ്പീസാണ് അവരുടെ ചിലവെങ്കിൽ, ഒരു ദോശയും ചമ്മന്തിയുടെ ചിലവെങ്കിൽ, ഇത് കൊണ്ടുപോയി അങ്ങേര് കഴിക്കില്ലേ. കഴിച്ചു കഴിയുമ്പോൾ ആ 300 രൂപ അവിടെ ജോലി ചെയ്യുന്ന വല്ല ഗാർഡനർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരാൾക്ക് യു ഹാവ് ടു ഗീവ് ഇറ്റ്. അങ്ങനെ ആയിരിക്കണം. നമ്മളൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. പിന്നെ വീട്ടിൽ ജോലിയുള്ള വാച്ച്മാൻ, അങ്ങനെയുള്ള വീട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്കവാറും ഫ്ലാറ്റ്സ് ആണല്ലോ, അപ്പോൾ അവർക്കൊക്കെ ചായ കൊടുക്കുക, പറ്റുമെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നർ കൊടുക്കുക. ജോലിക്കാരെ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ എല്ലാവരും കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചധികം ഒരു പിടി കൂടുതലിട്ടിട്ട് അവർക്ക് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കൊടുക്കുന്ന കാര്യം അല്ലേ. ഓരോരോ ദിവസങ്ങളിൽ
പൊതി ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഫ്രീ ബീസ് നമ്മൾ എടുക്കരുത്. ആവശ്യപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ എടുത്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഈ അമ്പലങ്ങളിലുള്ളതും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലേ, ചില ആളുകൾക്ക് ഈ ഫ്രീ കിട്ടുന്നത് ഭയങ്കര ഒരു ഹരമാണ്. എന്ത് ഫ്രീ കിട്ടിയാലും പോയി എന്താ ഫ്രീ കിട്ടിയ ആസിഡും കുടിക്കും എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ആ ഒരു പ്രവണതയെ നമ്മൾ മാറ്റണം. നമ്മളിലേക്ക് വരുന്ന നല്ല നല്ല എനർജീസ് അപ്പോൾ നിൽക്കും അവിടെ. ഇവരിങ്ങനത്തെ ടൈപ്പാണ്. എവിടെയാണ് ചീപ്പായിട്ടുള്ള സാധനം കിട്ടുന്നത്, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് പോയി മേടിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടില്ലേ. അത് ഈ എന്താ പറയുക, കർച്ചീഫ്, തുണികൾ, അതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പഴങ്ങൾ അങ്ങനത്തെയൊക്കെ അല്ലേ, അതിൽ മിക്കവാറും ചീത്തയൊക്കെ ഉണ്ടാവും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി ലിവിങ് ചെയ്യുന്നവർ മൈൻഡ്ഫുള്ളി നമ്മളിതൊക്കെ വേണ്ടാന്ന് വയ്ക്കണം അല്ലേ. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എഴുതണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇതിൽ ആൾക്കാരോട് ചില്ലറ മേടിക്കാതിരിക്കുക എന്ന്, അതൊരു തരം എനർജി ഫ്ലോ എന്ന് പറഞ്ഞില്ലേ. 185 രൂപയ്ക്ക് വണ്ടി ഓടിയുള്ളെങ്കിൽ ഓട്ടോ ഓടിയുള്ളെങ്കിൽ 15 രൂപ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഇതേപോലെ അബുദാബിയിൽ വെച്ചിട്ട് ഒരു ആൾ, മലയാളിയാണ് കേട്ടോ, ഒരു അച്ചായൻ ആണ്, ഒരു ക്രിസ്ത്യൻ ചേട്ടനാണ് അദ്ദേഹം. ഞാൻ കാറിലിരുന്ന് പോകുമ്പോൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ കിട്ടിയതാണ് വിവരം. കണ്ണെല്ലാം ഇങ്ങനെ റെഡായിട്ടിരിക്കണം. അപ്പോൾ എന്നെ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാണ്. കുറച്ച് ദൂരം ഓട്ടം ഉണ്ടായിരുന്നത്, 60 ദിർഹംസ് ആവുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കണ്ണെല്ലാം എന്താ ചുമന്നിരിക്കണം, ഉറക്കം വരുന്നുണ്ട്. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരുമണമുണ്ടേ, അപകടമല്ലേ. അപ്പോൾ പറഞ്ഞു, നന്നായി ഉറക്കം വരുന്നുണ്ട്, 4 മണിക്ക് തുടങ്ങിയതാണ് രാവിലെ. ഇപ്പം ഞാൻ കയറിയപ്പോൾ ഒരു വൈകുന്നേരം 4 ആയിട്ടുണ്ട്. 4 ഉച്ചയ്ക്ക് 12 മണിക്കൂർ നിർത്താതെ ഒരു ഇത്തിരി നേരം ഒന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. പറഞ്ഞു ചായ കുടിച്ചു, എന്നാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഇതും കൂടെ കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ടാർഗറ്റ് ഇതായിട്ടില്ല, പൈസ ഇങ്ങനെ അവർക്ക് എന്തോ ഉണ്ട് തോന്നും. അപ്പോൾ ഇന്നത്തെ ടാർഗറ്റിന് ഇനിയും ഒരു 120 രൂപ കൂടെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ്, നിങ്ങളെ കിട്ടിയപ്പോൾ 60 ആയല്ലോ, പിന്നെ 60ൻ്റെ കാര്യമല്ലേ ഉള്ളൂ, എന്നാലും ഞാൻ നിർത്താൻ പോകണം, എനിക്ക് പറ്റുന്നില്ല എന്ന്. അപ്പം ഞാൻ ഇറങ്ങിയപ്പോൾ 120, 140 എത്രയോ, ഞാൻ അയാൾക്ക് അത്രയോ വേണ്ടതെന്ന് ഞാൻ അതങ്ങ് കൊടുത്തിട്ട് പോയി. ഇത് ഞാൻ പറഞ്ഞത് എൻ്റെ വലിയ മനസ്സിൻ്റെ ഇത് നിറവ് കാണിക്കാനല്ല. പലരും ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു അവസരം വീണ് കിട്ടിയല്ലേ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പറഞ്ഞു, മകള് മെഡിസിന് പഠിക്കാൻ വേണ്ടിയിട്ട് വിട്ടു മോളെ. അപ്പോൾ മോൾക്ക് 10 ലക്ഷമോ അങ്ങനെ എന്തോ ആയി, എല്ലാം വർഷം അടയ്ക്കണമായിരുന്നു NRI സീറ്റിൽ എന്തോ. അപ്പോൾ അത്രയും പൈസ ഇവർ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് എക്സ്ട്രാ പണിയെടുക്കുകയാണ്. മകള് ഡോക്ടറായി, പക്ഷെ പിന്നീടും പഠിക്കാനായിട്ട് കല്യാണവും കഴിച്ചു. അതിൻ്റെ ഇടയിൽ രണ്ടുപേരും കൂടെ UK പോയി, അതുകൊണ്ടൊന്നും കിട്ടുന്നില്ല. ഏതെങ്കിലും മക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അവർക്കും അവിടെ ഇല്ലായിരിക്കാം. ഒന്ന് നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ജോലി കിട്ടിക്കഴിയുമ്പോഴെങ്കിലും ചിന്തിക്കണം, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ. കാരണം ആ അച്ഛൻ, അദ്ദേഹത്തിന് ഈ മാനുവൽ ലേബറിങ് പോലത്തെ, അതായത് കാറ് അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷയൊക്കെ ഓടിക്കുന്ന ആൾക്കാരില്ലേ അവിടെ, ഓട്ടോറിക്ഷയൊക്കെ, അതിന് ഇത്രയ്ക്കല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എത്ര ഓടിച്ചാലും നമുക്കൊരു 12 hours മാക്സിമം, ദാറ്റ് ഈസ് ദ ടൈം ലിമിറ്റ് യു ക്യാൻ വർക്ക്. എൻജിനീയർ, ഡോക്ടേഴ്സ്, അങ്ങനെ അല്ലെങ്കിൽ വക്കീൽ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അങ്ങനെ പഠിച്ചിട്ട് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ദേ ക്യാൻ ഡൂ സം ഓവർ ടൈം അല്ലേ. അതെന്താ ഞാൻ പറഞ്ഞത്, ടീച്ചേഴ്സിനാണെങ്കിൽ ട്യൂഷൻ എടുക്കാം, പിന്നെ എൻജിനീയേഴ്സിനാണെങ്കിൽ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ആർക്കിടെക്ട്സിനാണെങ്കിൽ വേറെ ജോലിക്ക് പോയിട്ട് വന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ കുറച്ച് ടൈം ഇടയ്ക്കിടയ്ക്ക് വിട്ടിട്ട് ചെയ്യാം. പക്ഷേ ഈ മാനുവൽ ലേബറിങ്, അതായത് കൊത്ത് കല്ലുണ്ടാക്കാൻ പോകുന്നവരൊക്കെ ആ പകൽ സമയങ്ങളിലല്ല, നിശ്ചിത കാലയളവിലല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് തിങ്സ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അങ്ങനെയുള്ള ആളുകൾക്ക് കൂലി കൊടുക്കുമ്പോഴും മാനുവൽ ലേബേഴ്സിന് നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഗിവ് മോർ കേട്ടോ. പണ്ട് ഈ സ്കാവെഞ്ചിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ലേ, അഴുക്ക് ഓടയൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അവർക്കൊക്കെ പൈസ എന്തെങ്കിലും ടിപ്സ് കൊടുക്കണമെങ്കിൽ മനസ്സറിഞ്ഞു കൊടുത്തോളൂ കേട്ടോ. ബിക്കോസ് അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ലേ, ഭയങ്കര നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. സോ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ കേട്ടവർക്ക് താങ്ക് യു. ഇതിപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഈ പുതുവർഷം ചില ഇങ്ങനത്തെ ചിന്തകൾ നമ്മൾ മൈൻഡ്ഫുള്ളി ഉണ്ടാക്കുക. 2025 എല്ലാവർക്കും റോക്കിംഗ് ആയിരിക്കട്ടെ. ബൈ.